ഹലോ ഹലോ ആടി. പറഞ്ഞേ. തുടങ്ങട്ടെ. ആടി തുടങ്ങിക്കോ. ഓക്കെ, അപ്പൊ വാസ്കുലർ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വാസ്കുലർ ഒന്നെങ്കിൽ ഇൻഫ്ലമേഷൻ ആവുക, അല്ലെങ്കിൽ ത്രോംബോസിസോ എംബോളിസോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വാസ്കുലർ കോസ് എന്ന് പറയുന്നത്, വാസ്കുലൈറ്റിസ് ഒക്കെ. അപ്പം യൂറിൻ അനാലിസിസിനകത്ത് വലിയ കുഴപ്പമൊന്നും കാണില്ല. C3C4 ഒക്കെ ഈ ത്രോംബോട്ടിക് മൈക്രോ ആൻജിയോപ്പതി, ത്രോംബസ് ഒക്കെ ത്രോംബോട്ടിക് ഫേസിലൊക്കെ ആണെങ്കിൽ C3C4 കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ഡോപ്ലർ ചെയ്യാമല്ലോ, ഡോപ്ലർ റീനൽ അൾട്രാസൗണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വെസലിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, ത്രോംബോസിസ് തന്നെ അറിയാൻ പറ്റും. പിന്നെ CT ആൻജിയോഗ്രഫിയും LDHും പിന്നെന്താണ് പ്ലേറ്റ്ലെറ്റ്സ്, ഹീമോലൈറ്റിക് സ്ക്രീൻ, അതെല്ലാം ഈ ത്രോംബോസിസ് എല്ലാം ഈ ബ്ലഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനകത്ത് എഴുതാം. പിന്നെ വോൺ വില്ലിബ്രൻസ് ഫാക്ടർ തന്നെ ഈ ത്രോംബോസിസിനകത്ത് അതൊക്കെ ആക്ടിവേറ്റ് ആവുമല്ലോ, അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ വോൺ വില്ലിബ്രൻസ് ഫാക്ടറിന്റെ വേറൊരു പേരാണ് ആഡം TS13 എന്ന് പറഞ്ഞിട്ട്, അത് ബുക്കിലുണ്ട്, അതുണ്ട്. ഓക്കെ, അങ്ങനെ. പിന്നെ പോസ്റ്റ് നമുക്ക് ആ വേറെ വഴിയിലുള്ള കുഴപ്പങ്ങളൊക്കെ അല്ലേ, അപ്പൊ അതിനകത്ത് ഇപ്പൊ സ്റ്റോൺ ഉണ്ടോന്ന് അറിയണമെങ്കിൽ നമുക്ക് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാം. അല്ലാണ്ട് ഇപ്പം നോർമൽ യൂറിൻ അനാലിസിസ് ആണെങ്കിൽ ഒന്നെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ഹെമിച്യൂരി ആയിരിക്കും. റീനൽ അൾട്രാസൗണ്ട് എടുത്ത് നോക്കാം. അപ്പൊ അൾട്രാസൗണ്ടിനകത്ത് എന്ത് ചെയ്യും, ബാക്ക് പ്രഷർ കൂടിയിട്ട് ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടോ എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ റീനൽ അൾട്രാസൗണ്ട് ഇൻകൺക്ലൂസീവ് ആണെങ്കിൽ ഒരു ഐസോട്ടോപ്പ് റീനോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതിയിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലായില്ല. ഇതൊന്നല്ലാണ്ട് വേണമെങ്കിൽ ഇപ്പൊ അഡൽട്സ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ഇത് പീഡിയാട്രിക്കിനകത്തും മറ്റേടത്തും ചോദിക്കുമല്ലോ, മെഡിസിനകത്തും ചോദിക്കാം. അപ്പം അഡൽട്സിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇത്രയും ഇതല്ലാണ്ട് തന്നെ അഡൽട്സിന് ഡയബറ്റിസ് മെലിറ്റസ്, ഡയബറ്റിക് ആയിട്ട് വരികയാണെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി അതുണ്ടാക്കാം. അല്ലെങ്കിൽ വാസ്കുലർ കോസസ്, ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റ്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും AC ഇൻഹിബിറ്റർ NSAID ഒക്കെ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അതും ഈ കിഡ്നി ഇഞ്ചുറി കോസ് ചെയ്യാന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ചെസ്റ്റ് എക്സ്റേ എടുക്കാം. ഇവർക്ക് ഈ പൾമണറി എഡിമ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇതിനകത്ത്. അപ്പൊ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ അതുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ കാർഡിയോ മെഗാലി ഉണ്ടാക്കാം, അതൊക്കെ നമുക്ക് ചെസ്റ്റ് എക്സ്റേയിൽ അറിയാൻ പറ്റും. പിന്നെ അബ്ഡോമിനൽ അൾട്രാസൗണ്ട്, റീനൽ അൾട്രാസൗണ്ട് തന്നെ നമുക്ക് ഈ കിഡ്നിയുടെ സ്ട്രക്ചർ ഒക്കെ ഇല്ലേ, പെൽവിക് കാലിസിയൽ സിസ്റ്റം, അതിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ നോക്കാനായിട്ട് റീനൽ അൾട്രാസൗണ്ട്, മറ്റേതിന്റെ കൂടെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ് മാത്രമല്ല എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് കോംപ്ലിക്കേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എന്തായിരുന്നു, പിന്നെ ഡയറ്റ് നോക്കണം. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ ഈ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ, ഇപ്പൊ ഒന്നെങ്കിൽ പേഷ്യന്റ് ഹൈപ്പോ വോളിമിക് നോക്കാം. കിട്ടി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലൂയിഡ് കൊടുക്കണം. വിത്തൗട്ട് ഇനോട്രോപിക് ഡ്രഗ്സ് കൊടുക്കാണ്ട് ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്ലൂയിഡ് റിപ്ലേനിഷ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ കൊടുത്തു, അങ്ങനെ 1 U വോളിമിക് ആവുകയാണെങ്കിൽ, U വോളിമിക് ആണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്ക് എന്ന് പറയുന്നത് കുറച്ചിട്ട് യൂറിൻ ഔട്ട്പുട്ട് പ്ലസ് 500 ml അത്രയും മാത്രമേ കൊടുക്കാവുള്ളൂ. മറ്റേ നമ്മൾ കുറെ കൊടുക്കും. അതല്ലാണ്ട് U വോളിമിക് ആവുമ്പോൾ യൂറിൻ ഔട്ട്പുട്ട് പ്ലസ് 500 ml അത്രയും നമുക്ക് കൊടുക്കാവുള്ളൂ. ഹലോ, കേൾക്കാവോ? പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുക, ഇപ്പൊ ഡീഹൈഡ്രേഷനിലൊക്കെ ആണെങ്കിൽ നോർമൽ സലൈനും റിവിങ്ങൽ ലാക്ടേറ്റ് അതൊക്കെ നമുക്ക് കൊടുക്കുക. അപ്പൊ ഹെമറേജ് ഉണ്ടെങ്കിൽ, നമുക്ക് കുറെ ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് റെഫർ ചെയ്യാം. ഓക്കെ, പിന്നെ പൊട്ടാഷ്യം ഒക്കെ ഇപ്പൊ സോഡിയം പൊട്ടാഷ്യം ഒക്കെ കൊടുക്കുക ഈ നമ്മുടെ യൂറിൻ ഫ്ലോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കൊടുക്കാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഡയററ്റിക്സും എല്ലാം കൊടുക്കുന്നത് യൂറിൻ ഫ്ലോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഓവർ ഹൈഡ്രേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക, അങ്ങനെയൊക്കെ തള്ളിയേക്കാം. ഹൈപ്പോ വോളിമിക് ആണെങ്കിൽ ഫ്ലൂയിഡ് റിപ്ലേനിഷ്മെന്റ് ആണ്, പ്ലസ് വിത്തൗട്ട് ഇനോട്രോപിക് ആയിട്ടുള്ള ഡ്രഗ്സ്. പിന്നെ യൂളിമിക് ആവുകയാണെങ്കിൽ അതിന്റെ എമൗണ്ട് കുറച്ചിട്ട് യൂറിൻ ഔട്ട്പുട്ട് പ്ലസ് 500 ml ആക്കാം. പിന്നെ ഈ 500 ml എന്ന് പറയുന്നത് ഇൻസെൻസിബിൾ ലോസ് ഒക്കെ ഉണ്ടാവും, ഇപ്പൊ സ്വെറ്റോ അതൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഈ 500 ml നമ്മൾ അഡീഷണൽ കൊടുക്കുക. പിന്നെ ഓവർലോഡ് ആയിപ്പോയി, ഇപ്പൊ ഒന്നെങ്കിൽ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്ത് ഓവർലോഡ് ആയി, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇഷീമയൊക്കെ വന്നിട്ടാണെങ്കിൽ പ്രീറീനലൊക്കെ ആണെങ്കിൽ ഡയററ്റിക്സ് കൊടുക്കാം. പിന്നെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനും ചെയ്യാം. അത് ഈ ഓറലി ഇപ്പൊ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഓറലി ആണ് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. അതെന്ന് വെച്ചാൽ ഇൻസെൻസിബിൾ ലോസ് ഉണ്ടാവില്ലേ, അതെന്ന് പറഞ്ഞിട്ട് 400 ml ആണ് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഫ്ലൂയിഡ് റെസ്ട്രിക്ട് ചെയ്യണത് എത്ര വെച്ചിട്ടാണ് റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ ഇൻസെൻസിബിൾ
ഇൻസെൻസിബിൾ ലോസ് പ്ലസ് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളത് ഔട്ട്പുട്ട് പ്ലസ് അല്ലാണ്ടുള്ള എക്സ്ട്രാ ഫ്ലൂയിഡ് ലോസ്. ഇപ്പം എന്തെങ്കിലും ഒരു 200 ml ഒക്കെ കാണുമായിരിക്കും എക്സ്ട്രാ ഫ്ലൂയിഡ് ലോസ്. അത്രയാണ് നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ട് ചെയ്യുന്നുള്ളൊരു കേസിനകത്ത് നമ്മൾ കൊടുക്കുക. അത് കൊടുക്കുന്നത് നമ്മൾ ഓറലി ആണ് നമ്മൾ കൊടുക്കുക. ഇത് ചെയ്യണമെങ്കിൽ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യണം. ബിക്കോസ് ഒന്നാമതെ ഓവർലോഡ് ആണ്. അപ്പൊ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി കൊടുത്ത അത്രയും മതിയോ അതോ ഇനിയും ലെവൽ കുറയ്ക്കണോ, ഫ്ലൂയിഡ് ലെവൽ റെസ്ട്രിക്ട് ചെയ്യണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇൻപുട്ട് ഔട്ട്പുട്ട് മോണിറ്ററിംഗ്, ഡെയിലി വെയിറ്റ് ഒക്കെ നോക്കുക, സോഡിയം ഒക്കെ നോക്കുക. നമ്മൾ പ്രോപ്പർ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ഈ വോളിയം കോമ്പസിഷൻ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവണം പേഷ്യന്റിന്. അപ്പം ഒരു ദിവസം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടൊരു 0.5 to 1% വെയിറ്റ് ലോസ് പെർ ഡേ വേണം വിത്ത് നോർമൽ സെറം സോഡിയം. സോഡിയം നോർമൽ ആയിട്ടിരിക്കുക, പക്ഷെ വെയിറ്റ് ഒരു 1% എങ്കിലും കുറയണം. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇപ്പം റാപ്പിഡ് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ട്, സോഡിയം കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഅഡിക്വേറ്റ് ആണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി റാപ്പിഡ് വെയിറ്റ് ലോസ് ആയിട്ട് കുറച്ചുകൂടി നോ വെയിറ്റ് ലോസ് വിത്ത് റെഡ്യൂസ്ഡ് സോഡിയം ആണെങ്കിൽ ഫ്ലൂയിഡ് എക്സസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഡെല്യൂഷൻ ഒക്കെ വന്നിട്ടുള്ള കേസ്. ഓക്കെ, പിന്നെന്താ, പിന്നെ ഈ നമ്മുടെ ഈ ഇൻസെൻസിബിൾ ലോസ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് 5% ഡെക്സ്ട്രോസ് ആണ് കൊടുക്കുക. പിന്നെ യൂറിൻ ഔട്ട്പുട്ടിന്റെ സാധനം എത്രയാണോ അത് വെച്ചിട്ട് നമ്മൾ അതിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ നോർമൽ സലൈനാണ് കൊടുക്കുക എന്നൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ, ബുക്ക് കിടപ്പുണ്ടേ. പിന്നെ അടുത്ത നമ്മൾ ഹൈപ്പർ കലീമിയ മോർ ദൻ 6.5, 3 to 5 ആണ് നോർമൽ, മോർ ദൻ 6.5 ആണെങ്കിൽ ഹൈപ്പർ കലീമിയ. അപ്പൊ ഹൈപ്പർ കലീമിയക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കൊടുക്കുക. അതിന് മെക്കാനിസം സ്റ്റെബിലൈസ് സെൽ മെംബ്രെയിൻ, അങ്ങനെ ഇതിന്റെ മറ്റു ചാനലില്ലേ കാൽഷ്യം അകത്തേക്ക് കയറുന്ന അതിനൊക്കെ പ്രിവെന്റ് ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെയാണ് പരിപാടി. പിന്നെ അരിത്മിയയും അത് പ്രിവെന്റ് ചെയ്യും. പിന്നെ കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ സാൽബ്യൂട്ടമോൾ നെബുലൈസ് ചെയ്യാൻ കൊടുക്കാം. പൊട്ടാഷ്യത്തിന് എല്ലാത്തിനെയും അകത്തേക്ക് വിടും. പിന്നെ 10% ഡെക്സ്ട്രോസും ഇൻസുലിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നില്ലെങ്കിൽ ഡയാലിസിസ്. ഈ ഓവർലോഡ് ആയാലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയാലിസിസ് ഇടും. എല്ലാ കേസിലും നമുക്ക് ഡയാലിസിസ് ചെയ്യാം. പിന്നെ ഡെക്സ്ട്രോസിന്റെ ഒക്കെ ഡോസ് വേണോ 0.5 to 1 gram per kg. ഇൻസുലിൻ ആണെങ്കിൽ 0.1 to 0.2 ഒക്കെയാണ് ഡോസ് വേണമെന്ന് പറഞ്ഞിടാം. പിന്നെ മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടായെന്ന് വിചാരിക്കുക, അതൊരു കോംപ്ലിക്കേഷനാണ്. ഇപ്പൊ ഹൈപ്പർ കലീമിയ ഒരു കോംപ്ലിക്കേഷൻ, മെറ്റബോളിക് ആസിഡോസിസ് സെക്കൻഡ് കോംപ്ലിക്കേഷൻ. അപ്പൊ അതിനകത്ത് നമുക്ക് ബൈകാർബണേറ്റ് കൊടുക്കാം. അങ്ങനെ ശരിയല്ലെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. പിന്നെ പൾമിനറി എഡിമ, അതൊക്കെ കോംപ്ലിക്കേഷൻ. ഫ്ലൂയിഡ് ഓവർലോഡ് ഒക്കെ വരുമ്പോൾ പൾമിനറി എഡിമ വരും, എഡിമ ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരും. ഇപ്പൊ എഡിമ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓക്സിജൻ കൊടുക്കാം. അപ്പോൾ ഭയങ്കര പൾമിനറി എഡിമ ഒക്കെ ആണെങ്കിൽ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ഒക്കെ കൊടുത്തിട്ട് അത് ഓക്സിജൻ കൊടുക്കാം, അല്ലെങ്കിൽ ഓക്സിജൻ ഇൻഹലേഷൻ കൊടുക്കാം. അതിന്റെ കൂടെ ഇത് കുറയ്ക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് IV ഫ്രൂസിമൈഡ്, വോളിയം ഓവർലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് IV ഫ്രൂസിമൈഡ് കൊടുക്കുക 2 to 4 mg/kg വെച്ചിട്ട്. പിന്നെ നമ്മൾ സെൻട്രൽ വീനസ് പ്രഷർ മെഷർ ചെയ്യുക. സെൻട്രൽ വീനസ് പ്രഷർ എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിന്റെ പ്രീലോഡ് ആണ്. റൈറ്റ് വെൻട്രിക്കുലർ പ്രീലോഡ് ആണ് സെൻട്രൽ വീനസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോൾ ഈ റൈറ്റ് വെൻട്രിക്കിൾ നേരെ പോണ നമ്മുടെ ലങ്സിലേക്കല്ലേ. അപ്പൊ നമുക്ക് പൾമിനറി എഡിമയൊക്കെ അവിടെ പ്രഷർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻട്രൽ വീനസ് പ്രഷർ നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, ഹലോ പറഞ്ഞ. പിന്നെ ഹൈപ്പോനെട്രീമിയ ഉണ്ടാവാം. ഹൈപ്പോനെട്രീമിയ ഉള്ള കേസിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്ലൂയിഡ് എല്ലാം റെസ്ട്രിക്ട് ചെയ്യാം. ബിക്കോസ് ആ കേസിൽ മെയിൻ ആയിട്ടും ഡയല്യൂഷണൽ ഹൈപ്പോനെട്രീമിയക്കാണ് ചാൻസ് കൂടുതൽ. ഫ്ലൂയിഡ് ഓവർലോഡ് വന്നിട്ട് ഡയല്യൂട്ട് ആയിട്ട് അങ്ങനെ ഹൈപ്പോനെട്രീമിയ. ഇനി അല്ലാണ്ടുള്ള കേസിലൊക്കെ ആണെങ്കിൽ നോർമൽ സലൈൻ കൊടുക്കുക. ഇപ്പൊ സപ്പോസ് പേഷ്യന്റിന് സോഡിയം ശരിക്കും കുറഞ്ഞിട്ട് ഓൾട്ടേർഡ് സെൻസോറി വന്ന് സീഷർ ഒക്കെ വരുവാണെങ്കിൽ നമുക്കൊരു നോർമൽ സലൈൻ കൊടുക്കാം. 6 to 12 ml/kg ഒക്കെ വെച്ചിട്ട് ഒരു നോർമൽ സലൈൻ നമുക്ക് കൊടുക്കാം. പിന്നെ സിവിയർ ആയിട്ട് നമ്മുടെ ഹൈപ്പോവോളിയമി വന്നിട്ട് അനീമിക് ആയെങ്കിൽ പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ് കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാം. അതൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ഒക്കെ. പിന്നെ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ഇപ്പൊ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ സോഡിയം നൈട്രോക്ലോസൈഡും ഫ്രൂസിമൈഡും ഒക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കണ്ടേ, ഭയങ്കര കൂടിക്കാണെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഫസ്റ്റ് 3 hours 1/3 ഓഫ് ഡിസൈഡ് റെഡ്യൂസ് BP ബൈ ഇത്രയും 1/3 ഓഫ് ഡിസൈഡ് BP. ഓക്കെ, അങ്ങനെ നമ്മൾ 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഡിസൈഡ് BP ആക്കുന്നത്. ഫസ്റ്റ് 6 to 8 hours 1/3 BP കുറയ്ക്കണം. നെക്സ്റ്റ് 12 to 24 hours നെക്സ്റ്റ് 1/3 ഓഫ് BP കുറയ്ക്കണം. പിന്നെ നെക്സ്റ്റ് ഗ്രാജുവലി 2 to 3 days കൊണ്ടിട്ടാണ് ഈ ഡിസൈഡ് BP എന്നുള്ള ഈ ഒരു നമ്മുടെ നോർമൽ ഒരു 140 താഴെ എത്തുന്നത് ഈ നെക്സ്റ്റ് 2 to 3 days കൊണ്ട് ആവാൻ പാടുള്ളൂ. ഇനി അല്ലാണ്ട് സിംറ്റമാറ്റിക് ആണെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്യാം. ഇപ്പൊ ഒന്നും ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. എന്നിട്ട് എപ്പോൾ വരെ നമ്മൾ ചെയ്യണം, റീനൽ ഫംഗ്ഷൻ റിക്കവർ ആവുന്ന വരെ നമ്മൾ ചെയ്യണം. എന്തിനാണ്, നൈട്രോജനസ് വേസ്റ്റ് ഒക്കെ കളയാൻ
ഫ്ലൂയിഡ് കുറവാണെങ്കിൽ അപ്പൊ അതിന് ഫ്ലൂയിഡ് സപ്ലിമെന്റ് ചെയ്യും. പിന്നെ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ആസിഡ് ബേസ് ബാലൻസ്, ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ അതിനൊക്കെയാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യണേ. പിന്നെ കുറെ ടൈപ്സ് ഒക്കെ ഇല്ലേ, പെരിറ്റോണിയൽ ഹീമോഡയാലിസിസ്, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പെർസിസ്റ്റന്റ് ഹൈപ്പർകലീമിയ, കോംപ്ലിക്കേഷൻ ഒന്നും പോകുന്നില്ലാത്ത കേസിലാണ്. അപ്പൊ എന്താണ് പെർസിസ്റ്റന്റ് ഹൈപ്പർകലീമിയ ഓർ ഹൈപ്പോനെട്രീമിയ, ഫ്ലൂയിഡ് ഓവർലോഡ്, എഡിമ, സിവിയർ ഹൈടെൻഷൻ, യൂറീമിക് എൻകെഫലോപ്പതി, അങ്ങനത്തെ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് കേസ്, സിവിയർ മെറ്റബോളിക് അസിഡോസിസ്, ആ കേസിലൊക്കെയാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുക. പിന്നെ അപ്പൊ അത്രയാണ് കോംപ്ലിക്കേഷൻ. അപ്പം കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹൈപ്പർകലീമിയ, മെറ്റബോളിക് ആസിഡോസിസ്, പൾമണറി എഡിമ, ഹൈപ്പർടെൻഷൻ, ഹൈപ്പോനെറ്റ്മിയ, സിവിയർ അനീമിയ, അത്രയാണ് മെയിൻ ആയിട്ട് കോംപ്ലിക്കേഷൻസ്. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ തള്ളണം കേട്ടോ. പിന്നെ ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അഡിക്വേറ്റ് ന്യൂട്രീഷണൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പം പ്രോട്ടീനൊക്കെയാണ് മെയിൻ ആയിട്ട് ലോസ് ഉണ്ടാവുക. അപ്പൊ എന്താണ് പ്രോട്ടീൻ ഇൻഫൻസിലും എൽഡർ ചിൽഡ്രനിലും ഒക്കെ, ഇൻഫൻസിലാണെങ്കിൽ 1 to 1.2 gram per kilogram, അത്രയും gram per kilogram വെച്ച് കൊടുക്കാം. 1 to 1.2 ഗ്രാമും എൽഡർ ചിൽഡ്രനിൽ ഒരു 0.8 to 1.2 gram per kilogram വെച്ചിട്ട് പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യുക. എനർജി ആണെങ്കിൽ നമ്മൾ ബാക്കി കാർബോഹൈഡ്രേറ്റ് ഫാറ്റും എല്ലാം കൂടെ ഒരു 60 to 80 കിലോ കലോറി പെർ കിലോഗ്രാം എങ്കിലും മിനിമം നമ്മൾ കൊടുക്കാം. ഓക്കെ. പിന്നെ ഈ ഫ്ലൂയിഡ് ഓവർലോഡ് അല്ലെങ്കിൽ ഉള്ള അന്യൂറിയം ഉള്ള കേസിലൊക്കെ ഈ ഓവർലോഡ് കറക്റ്റ് ചെയ്തിട്ട് മാത്രമാണ് എക്സ്ട്രാ ഓറൽ ഫീഡ്സ് അങ്ങനെയൊക്കെ കൊടുക്കാൻ പാടുന്നുണ്ട്. പിന്നെ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ. അപ്പൊ ഡയറ്റിനകത്ത് പ്രോട്ടീൻ കൊടുക്കുക, എനർജി കൊടുക്കുക, വൈറ്റമിൻസും മറ്റേ മൾട്ടി വൈറ്റമിൻസ് കൊടുക്കാം. ജനറൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സിവിയർ ആയിട്ട് പേഷ്യന്റ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പേഷ്യന്റ് നമ്മൾ അപ്പൊ തന്നെ ICUലാക്കാം. ICU ബി പി, മറ്റേ വൈറ്റൽസ് ഒക്കെ മെഷർ ചെയ്യുക. പിന്നെ വോളിയം, ഫ്ലൂയിഡ് ഇൻപുട്ട്, യൂറിൻ ഔട്ട്പുട്ട് ചാർട്ട് നോക്കുക, വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യണം, കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവർക്ക് ഇൻക്രീസ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി പ്രിവെന്റ് ചെയ്യണം. പക്ഷെ ആന്റിബയോട്ടിക്സ് അധികം കൊടുക്കാറില്ല. ബിക്കോസ് ആന്റിബയോട്ടിക്സ് കൂടുതൽ ഇപ്പൊ നെഫ്രോടോക്സിക് ആയതുകൊണ്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കില്ല. പ്രിവെന്റീവ് ആയിട്ട് വേറെ എന്തൊക്കെ ആയിരിക്കും ചെയ്യുക. വരാണ്ട് നോക്കുക, അസെപ്റ്റിക് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാം. പിന്നെ നെഫ്രോടോക്സിക് ഡ്രഗ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ജനറൽ ആയിട്ട് എഴുതാട്ടെ, ഡയോറെറ്റിക്സ് കൊടുക്കാന്നൊക്കെ. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ICU കൊടുക്കുക, ഡ്രഗ്സ് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് അതിന് കുറച്ച് ഡോസ് കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഡയോറെറ്റിക്സ്. പിന്നെ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഹീമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം ഒക്കെ ആണെങ്കിൽ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാം. SLE പോലെ വാസ്കുലൈറ്റിസ് ഒക്കെ, ഓട്ടോഇമ്യൂൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് പ്ലാസ്മ എക്സ്ചേഞ്ച് കൊടുക്കാം. ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ് അത് കോസ് ചെയ്യുന്ന ഡ്രഗിന് വിഡ്രോ ചെയ്യുക. പിന്നെ അവർക്ക് ബയോപ്സി ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്, അവരുടെ കൺഫർമേറ്ററി എന്നൊക്കെ പറയുന്നത്, ബയോപ്സി ചെയ്യാം. ഓക്കെ. അപ്പൊ ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഫ്ലൂയിഡ് ഓവർലോഡ്, ഫ്ലൂയിഡ് കറക്റ്റ് ചെയ്യാനായിട്ട്, കോംപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട്, പിന്നെന്താണ് നമ്മുടെ ഡയറ്റ്, ന്യൂട്രീഷണൽ സപ്പോർട്ടും ജനറൽ മെഷേഴ്സും സ്പെസിഫിക്കും. അപ്പം ഫ്ലൂയിഡിനകത്ത് ഹൈപ്പോളീമിയ, ഹൈപ്പർവോളീമിയ അത് കറക്റ്റ് ചെയ്യുക. പിന്നെ ബാക്കി കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയണോ ഒന്നുകൂടെ? ബോറടിക്കണില്ലേ? ഹലോ ഹലോ. പിന്നെ ഡയറ്റും ജനറൽ മെഷേഴ്സും സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഒക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ AKN ക്ലാസിഫിക്കേഷന് സിമിലർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് സെയിം ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഈ ഡിഗോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് സെയിം തന്നെ ക്രിയാറ്റിനിൻ, GFR-ഉം പിന്നെ യൂറിൻ ഔട്ട്പുട്ട് ക്രൈറ്റീരിയ തന്നെയാണ്. നേരത്തെ പറഞ്ഞു സ്റ്റേജ് 1 എന്ന് വെച്ചാൽ 1.5 ടൈംസ് ആണ്. സ്റ്റേജ് 2 എന്ന് വെച്ചാൽ മറ്റേ AKN ക്ലാസിഫിക്കേഷനകത്ത് 1.5 ടൈംസ്, സ്റ്റേജ് 2-നകത്ത് എത്രയായിരുന്നു 2 ടൈംസ്, സ്റ്റേജ് 3-കകത്ത് മോർ ദൻ 3 ടൈംസ് അല്ലെങ്കിൽ മോർ ദൻ 4 മില്ലിഗ്രാം. അപ്പൊ ഇതിനകത്ത് അവർ 1.5 to 1.9, അവിടെ ഒരു റേഞ്ച് പറയേണ്ടതിനുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 1.5 ആയത് 1.5 to 1.9 ഒരു റേഞ്ച് പറയുന്നുണ്ട്, മറ്റേത് 2 to 2.9 പറയുന്നുണ്ട്. അത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം നോർമലാണ്. പിന്നെ ഡയാലിസിസ്, ഇത് നേരത്തെ പറഞ്ഞ സാധനം കേട്ടോ. അക്യൂട്ട് ഡയാലിസിസിന് ഒരു കോഡ് ഞാൻ കണ്ടെടുത്തിട്ടാണ്. അപ്പം AEIOU, അതാണ് അക്യൂട്ട് പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം നേരത്തെ പറഞ്ഞില്ലേ കോംപ്ലിക്കേഷൻ ഓഫ് AKI, അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഒന്ന് മെറ്റബോളിക് ആസിഡോസിസ്, ആസിഡോസിന്റെ A. പിന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഇതൊക്കെ റിഫ്രാക്ടറി എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് റെസ്പോണ്ട് ചെയ്യാത്ത കേസസ് ഓഫ് ആസിഡോസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ ഹൈപ്പർകലീമിയ അല്ലെങ്കിൽ ഹൈപ്പോനെട്രീമിയ. I for intoxication, എന്തൊക്കെയാണ് സാലിസിലിക് ആസിഡ്, NSAIDs, ലിത്തിയം, ഐസോപ്രോപ്പനോൾ, മാഗ്നീഷ്യം ലാക്സേറ്റസ്, എഥിലീൻ ഗ്ലൈക്കോൾ, അതിന്റെയൊക്കെ ഇൻടോക്സിക്കേഷൻ. പിന്നെ O for ഓവർലോഡ് വിത്ത് ഫ്ലൂയിഡ്, ഫ്ലൂയിഡ് ഓവർലോഡ് ആണ് O. പിന്നെ U എന്ന് പറഞ്ഞാൽ യൂറീമിക് കോംപ്ലിക്കേഷൻസ്, പെരിക്കാർഡൈറ്റിസ് ഉണ്ടാകും, കാർഡിയോമെഗാലി ഉണ്ടാകും, പ്ലേറ്റ്ലെറ്റ് എന്താണ്
പ്ലേറ്റ്ലെറ്റ് എനിക്ക് വായിക്കാൻ പറ്റില്ല. പിന്നെന്ത് ബ്ലീഡിങ്. ഓക്കെ, യൂറിൻ കോംപ്ലിക്കേഷൻസ്. പിന്നെ അതിൻ്റെ കൊടുത്ത് മറ്റേ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി ആ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ മെയിനായിട്ട്. അപ്പം എറ്റിയോളജി ചോദിക്കുക, പ്രീ റീനൽ, റീനൽ, പോസ്റ്റ് റീനൽ അത് എഴുതാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പ്രീ റീനൽ ആണെങ്കിൽ കിഡ്നിയുടെ മുമ്പുള്ളത്, റീനൽ ആണെങ്കിൽ കിഡ്നിയുടെ സബ്സ്റ്റൻസ്, പോസ്റ്റ് റീനൽ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വഴിയിലൊക്കെ ബ്ലോക്ക് ആണ്. ഓക്കെ, പിന്നെ ഇൻട്രാ റീനൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗ്ലോമറുലസിന്, ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, അല്ലെങ്കിൽ ട്യൂബ്യൂളിന്, ട്യൂബുലർ, അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള സ്പേസ് ഇൻഡസ്ട്രീഷ്യത്തിൽ വരാം, അല്ലെങ്കിൽ അതിന് സൈഡിൽ കൂടെ പോകുന്ന വാസറക്റ്റ്. അപ്പോൾ വാസ്കുലറായിട്ടുള്ള കോസസ് എഴുതാം. പത്തോഫിസിയോളജി കുറവാണെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ അതുകൊണ്ട് ഈ ട്യൂബുലർ എപ്പിത്തീലിയത്തിന് ഡാമേജ് ഉണ്ടാണ്. പോസ്റ്റ് റീനൽ ഒബ്സ്ട്രക്ഷൻ കൊണ്ടിട്ട് ബാക്ക് പ്രഷർ ഒക്കെ വന്നിട്ട് അതിന് 4 സ്റ്റേജ് ആയിട്ടുണ്ട്. ഓൺസെറ്റ് ഫേസ് ഉണ്ട്, അതിൽ ഒളിഗ്യൂറിക് ഫേസ് ഉണ്ടാവും, അല്ലെങ്കിൽ അനൂറിക് ഫേസ്, പിന്നെ ഡയൂറിറ്റിക് ഫേസ് ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് ആണ് റിക്കവറി ഫേസ്. ഇത് കുറെ നാളായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഏർലി സ്റ്റേജ് റാപ്പിഡ്ലി റിവേഴ്സിബിൾ ആണ്. പിന്നെ നമുക്ക് ഈ റൈഫിൾ ക്രൈറ്റീരിയ, അതിനകത്ത് RIFLE. അപ്പം റിസ്ക്, ഇഞ്ചുറി, പിന്നെ ഫെയിലിയർ, ലോസും, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസും. അപ്പോൾ റിസ്കിനകത്ത് 1.5 times ക്രിയാറ്റിനിൻ, പിന്നെ 2 times ക്രിയാറ്റിനിൻ, അല്ലെങ്കിൽ 3 times ക്രിയാറ്റിനിൻ. GFR ആണെങ്കിൽ reduce by more than 25%, more than 50%, 75%. ഓക്കെ, പിന്നെ യൂറിൻ ഔട്ട്പുട്ടിന്റെ കാര്യം പറയാനാണെങ്കിൽ ലെസ് ദാൻ 0.5 per ml per kg per hour in 6 hours, less than 0.5 in 12 hours, less than 0.3 in 24 hours, അല്ലെങ്കിൽ ടോട്ടൽ അന്യൂറിയ ഓഫ് 12 hours. അത്രയൊക്കെ ആണെങ്കിലാണ് RIF ഫെയിലിയർ എന്ന് പറയുന്നത്. പിന്നെ ലോസും എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ആണെങ്കിൽ മോർ ദാൻ 3 weeks ആണെങ്കിൽ ലോസും, മോർ ദാൻ 3 months ആണെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഒന്നും വേണ്ടായിരിക്കും. ഇത്രയാണ് കോംപ്ലിക്കേഷൻസിന്റെ ഒക്കെ കാര്യം. എൻകെഫലോപ്പതി, യുറീമിയ, പെരിക്കാർഡൈറ്റിസ്, കോഗുലോപ്പതി, ഹൈപ്പർകലീമിയ, മെറ്റബോളിക് ഫുഡ് ഓവർലോഡ്, അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും നമ്മൾ CBC ചെയ്യുക. യൂറിയ ക്രിയാറ്റിനും ഇലക്ട്രോലൈറ്റ്സും pH ബൈകാർബണേറ്റും നോക്കുക. പിന്നെ എപ്പോഴും യൂറിൻ അനാലിസിസ് എല്ലാത്തിലും എഴുതാം. ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ യൂറിൻ അനാലിസിസ് എഴുതാം, ഓസ്മോലാലിറ്റി എഴുതാം, പിന്നെന്താ നമ്മുടെ ക്രിയാറ്റിനിൻ, കൈനേസ്, LDH, ഹീമോലിറ്റ്, മറ്റെന്താണ് ത്രോംബോസിന്റെ കാര്യങ്ങൾ, അതൊക്കെ എഴുതാം. എല്ലാ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല കേട്ടോ, എങ്ങനെയാണെങ്കിലും എഴുതാം. പിന്നെ ഓരോരോ കോഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ബയോപ്സി എഴുതാം ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ. ഇമ്മ്യൂണോളജിക്കൽ സ്ക്രീനിങ് എന്തായാലും എഴുതണം. പെരിഫറൽ സ്മിയർ, ഇങ്ങനെയൊക്കെ. അൾട്രാസൗണ്ട്, എക്സ്റേ ജനറൽ ആയിട്ട് എഴുതാച്ചാൽ അതൊക്കെ എഴുതാട്ടോ. പിന്നെ റീനലിനാണെങ്കിൽ ഡോപ്ലർ ചെയ്യാം, ആൻജിയോഗ്രഫി, അതൊക്കെ സ്പെസിഫിക് ഫോർ വാസ്കുലർ ആയിട്ടുള്ള കോസസ് എഴുതുന്നത്. ട്രീറ്റ്മെന്റ് ആണെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നെങ്കിൽ കറക്റ്റ് ഫ്ലൂയിഡ്, അപ്പം ഒന്നെങ്കിലും റെസ്ട്രിക്ട് ചെയ്യുക, അല്ലെങ്കിൽ റിപ്ലനിഷ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ. പിന്നെ കോംപ്ലിക്കേഷൻ, ഹൈപ്പർകലീമിയ ആണെങ്കിൽ എന്ത് ചെയ്യും, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കൊടുക്കും. മെറ്റബോളിക് ആസിഡോസിസ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ബൈകാർബണേറ്റ് കൊടുക്കും. പൾമണറി എഡിമ ആണെങ്കിൽ ഓക്സിജന് ഫ്രൂസിമൈഡും കൊടുക്കുക. ഹൈപ്പോനെട്രീമിയ ആണെങ്കിൽ നോർമസലൈൻ ആണ്. പിന്നെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ. പിന്നെ അനീമിയ ആണെങ്കിൽ RBC കൊടുക്കുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് കൊടുക്കാം. ഡയാലിസിസ് ആണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിലാണ് നമ്മൾ ഡ്രഗ്സ് കൊടുത്തിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ ഈ കോംപ്ലിക്കേഷൻ കേസിനകത്ത് ഡയാലിസിസ് ചെയ്യും. പിന്നെ നമ്മൾ ഡയറ്റ് കറക്റ്റ് ചെയ്യുക. പിന്നെ ജനറൽ മെഷേഴ്സ് ഒക്കെ നോക്കുക. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഇത് എഴുതിയില്ലെങ്കിലും സാരമില്ല. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. താങ്ക് യു.